ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله أما بعد. ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്റും ഹംദും പറയാണ്. ഈയൊരു മനോഹരമായ ഒത്തുകൂടലിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അൽഹംദുലില്ലാഹ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളതാണ്, ഏതൊരു നിഅമത്ത് നമുക്കുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഏതൊരു നിഅമത്ത് നിങ്ങളുടെ അടുക്കലുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു വന്നിട്ടുള്ള നിഅമത്തുകൾ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ വാജിബായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ഒരവസ്ഥയിലായിരിക്കണം, അള്ളാഹുവിനോട് ഹംദ് പറയുന്ന അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു മസാല ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മുഅ്മിൻ തൗബ ചെയ്യുന്നതിന്റെ ഹുക്ം എന്താണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു, ആ മുഅ്മിൻ എത്ര നല്ല മനുഷ്യനാണെങ്കിലും, എത്ര ഇബാദത്തുകൾ ചെയ്യുന്നവനാണെങ്കിലും, എത്ര നിസ്കരിക്കുന്നവനാണെങ്കിലും, എത്ര നോമ്പെടുക്കുന്നവനാണെങ്കിലും, എത്ര സ്വതക്ക കൊടുക്കുന്നവനാണെങ്കിലും അവന്റെ മേലും തൗബ നിർബന്ധമാണ് എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറയാണ്. എന്നിട്ട് അതിനവർ കാരണമായിട്ട് പറയുന്നത് എന്താണ്? കാരണം അവൻ എത്ര ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശം അവന് പൂർണ്ണമായി നൽകാൻ കഴിയൂല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലൻ യദ്ഖുലൽ ജന്നത അഹദുൻ ബിഅമലിഹി. ഒരൊറ്റ ആള് പോലും തന്റെ പ്രവർത്തികൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല. തന്റെ പ്രവർത്തികൾ കൊണ്ട് മാത്രം ഒരൊറ്റ ആള് പോലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ ഇത് കേട്ട് ആശ്ചര്യം തോന്നിയ സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കും, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂല് നിങ്ങളും നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ? കാരണം നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം ഇബാദത്തുകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചതുപോലെ ഹത്താ തതഫത്തർ ഖദമ, കാല് നീര് വെക്കുന്നത് വരേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുകയായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു, എന്തിനാണ് അള്ളാന്റെ റസൂലെ നിങ്ങൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത്? അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കരയുമായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിച്ചു തന്നിട്ടുണ്ട്, ഇന്നി അഖ്ശാകും ലില്ലാഹി വ അത്ഖാകും ലഹ്. അല്ലാഹുവിനെ നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭയക്കുന്നവൻ അത് ഞാനാണ്. സ്വതക്കയുടെ വിഷയത്തിലാണെങ്കിലും സഹാബാക്കൾ വിശേഷിപ്പിച്ചതുപോലെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ സ്വതക്ക കൊടുക്കുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും സ്വതക്ക ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ വന്നതുപോലെ അഅത ഗനമൻ മാ ബൈന ജബലൈൻ, രണ്ട് മലകൾക്കിടയിലുള്ള ആടുകൾ മുഴുവൻ സ്വതക്കയായിട്ട് കൊടുക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ രണ്ട് മലകൾക്കിടയിലുള്ള താഴ്വാരം മുഴുവൻ ആടുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആടുണ്ടാവും? അത്രയധികം ആടുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇത്രയധികം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും ഈ ഉമ്മത്തില് ഏതൊരു സൽപ്രവർത്തി ചെയ്യുന്നോ അതിന്റെ ഓഹരി മടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ അഷ്റഫുൽ ഖൽഖ് ഹബീബ് റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ അമലുകൾ വെച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ? ഇത്രയധികം അമലുകൾ ഉണ്ടായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ അന, ഞാനും പ്രവേശിക്കൂല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിനാലും അവന്റെ ഔദാര്യത്തിനാലും എന്നെ
പൊതിഞ്ഞാലല്ലാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരു കാരണം മാത്രമാണ് നമ്മുടെ സൽപ്രവർത്തനങ്ങൾ എന്നുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തോടു കൂടി മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിവിടെ പറയാനുള്ള കാരണം, ഒരടിമയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലും അവന് ഇബാദത്തുകൾ ചെയ്ത് വീട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ നിഅമത്തുകളെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആ നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്യാന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഫദ്കുറു അലാ അല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ റിസൾട്ട് പറയുന്നത് എന്താണ്? അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ നിശ്ചയമായും വിജയം കാക്ഷിക്കുന്നവരാണ്, നിങ്ങൾ വിജയിക്കും നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരുന്നതാണ്. അത് ഏതൊരു നിഅമത്തിനാണോ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നത്, ആ നിഅമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധികരിപ്പിച്ചു തരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, അശുക്രു മിഫ്താഹു സിയാദ, അധികരണത്തിന്റെ താക്കോലാണ് ശുക്ർ എന്ന് പറയുന്നത്, നന്ദി എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദുഹു അലൈഹ ഔ യശ്റബ അശ്ശുർബത ഫയഹ്മദുഹു അലൈഹ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒരടിമ ഒരു ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിന് ഹംദ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ തൊട്ട് തൃപ്തിപ്പെടുന്നതാണ്, റിദാ കൊള്ളുന്നതാണ്. അതേപോലെ തന്നെ ഒരു വെള്ളം കുടിക്കുകയും അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഹംദ് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ തൃപ്തിപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള ഒരു കാരണം കൂടിയാണെന്ത്? അള്ളാഹുവിന്റെ ചെറുതും വലുതുമായ എല്ലാ നിഅമത്തുകൾക്കും നമ്മൾ അള്ളാഹുവിനോട് ശുക്റുള്ളവരായിരിക്കുക എന്നുള്ളത്. ഈ ഹദീസ് തെളിയിക്കുന്ന മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇബാദത്തിനെ എത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു ഹംദ്, ആ ഒരു നിസ്സാര പ്രവൃത്തിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റിദ ഒരുവന് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതെല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. അത് ഈ ഇബാദത്തിൽ മാത്രമല്ല, ഏതൊരു ഇബാദത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഒരു പതിവാക്കിയതുപോലെ അൽഹംദുലില്ലാ, വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതും, മറ്റൊരുത്തൻ ആ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു വെള്ളം കുടിച്ചിട്ട് അവൻ ആയത്തിൽ ചിന്തിക്കുകയാണ്, ഈ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ വേറെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഞാൻ നേടിയെടുത്തതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിത് തിന്നാൻ കഴിയില്ലായിരുന്നു, എനിക്കിത് കുടിക്കാൻ കഴിയില്ലായിരുന്നു എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുന്നിലുള്ള അവന്റെ ദരിദ്രത, അവന്റെ ദാരിദ്ര്യം അതവൻ അറിഞ്ഞുകൊണ്ട് ശുക്ർ പറയുന്ന ഒരുവനും അതല്ലാതെ വെറുതെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരുവനും ഒരിക്കലും ഒരേപോലെ ആവില്ല. അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ ഒരുപാടാണ്. അങ്ങനെയുള്ള നിഅമത്തുകളിൽ പെട്ട ഏറ്റവും ഉത്തമമായ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെയുള്ള മജ്ലിസുകൾ, ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ. കാരണം ഈ ഒത്തുകൂടലുകളും ഈ മജ്ലിസുകളും നമുക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. കാരണം ഈ മജ്ലിസുകളിൽ നിന്നാണ് നാളെ ദീന് സംരക്ഷിക്കാനുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരാം. ഈ മജ്ലിസുകളിൽ നിന്നാണ് നാളെ ജനങ്ങളെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാനുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരാം. ഈ മജ്ലിസുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഇറങ്ങുക. ഈ മജ്ലിസുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കമാര് വലയം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിലെ ഒരു റിവായത്താണ്,
لا يقعد في مجلس يذكر لا يقعدون في مجلس يذكرون الله فيه. ജനങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ നസലത്ത് അലൈഹിമു സക്കീന, അവരുടെ അടുക്കലേക്ക് സക്കീന, സമാധാനം ഇറങ്ങിയിട്ടല്ലാതെ. അഥവാ ആ മജ്ലിസിൽ ഒരുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കീന ഇറക്കി കൊടുക്കും, സമാധാനം ഇട്ട് കൊടുക്കും. വഹഫത്ഹുമുൽ മലായിക, ആ മജ്ലിസിനെ മലായിക്കമാർ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കമാർ വലയം ചെയ്യുന്നതായിരിക്കും. വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള ആളുകളെടുത്ത്, അവന്റെ അടുക്കലുള്ള സൃഷ്ടികളെടുത്ത് ഇവരെ കുറിച്ച് പറയുന്നതാണ്. അഥവാ മലായിക്കമാരെടുത്ത് ഇവരെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠതകൾ ഒതുങ്ങിയിട്ടുള്ള ഈ മജ്ലിസുകൾ, ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതും ഇതിലൊരു പങ്കാളിയായി മാറുക എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തുകളിൽ പെട്ട ഒന്നാണ്. കാരണം ഈ മജ്ലിസുകളാണ് കുഫാറുകൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് ഭയക്കുന്നത്. ഷെയ്ഖുന അബു ഹംസ ഹസൻ ബാഷോയ് ഹഫളഹുല്ലാ അദ്ദേഹം പലപ്പോഴായി പറയാറുള്ള കാര്യമായിരുന്നു, ഇത്തരം മജ്ലിസുകൾ, ഇൽമിന്റെ മജ്ലിസുകൾ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്ന മജ്ലിസുകൾ, ഈ മജ്ലിസുകളാണ് കുഫാറുകൾക്ക് മുസ്ലിമീങ്ങളുടെ ആയുധങ്ങളെക്കാൾ അവൾ പേടിക്കുന്നത്. കാരണം മുസ്ലിങ്ങളുടെ ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിങ്ങളുടെ ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നതന്നെ അവരാണ്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവരുടെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഈ മുസ്ലിമീങ്ങൾ അവരുടെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ അസ്ബാബുകളിൽ ഒന്നാണ് ഇത്തരം മജ്ലിസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മജ്ലിസുകൾ അത് നമ്മൾ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതിലുപരി അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം അങ്ങനെ കണക്കാക്കിയാലേ നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ശുക്രിന്റെ മർത്തബകൾ പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ മർത്തബയായിട്ട് പറയുന്ന കാര്യം എന്താണ്? അൽ ഇഅ്തിറാഫു ബിൽ ഖൽബ്. അതായത് അവന്റെ മനസ്സിൽ അവന് ബോധം ഉണ്ടാവണം, ഇത് അള്ളാഹുവിന്റെ നിഅമത്താണ്. കാരണം എങ്കിലേ അവനിൽ നിന്ന് എന്ത് വരുള്ളൂ? ശുക്ർ വരുള്ളൂ. ഇത് അവൻ നേടിയെടുത്ത ഒന്നാണ്, അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു സമയം പോക്കാണ്, ഒരുമിച്ച് കൂടാനുള്ള, തമാശ പറയാനുള്ള ഒരു കാര്യം എന്നൊരുത്തൻ എടുത്തു കഴിഞ്ഞാൽ അവനിൽ അതിന്റെ ഗൗരവമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ശുക്രോ വേണ്ടിയ പോലെ ഒരു പക്ഷെ അവനിൽ നിന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ മജ്ലിസുകൾ അത് എത്രയധികം ദീനിൽ പ്രാധാന്യമുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. അദ്ദേഹം പറയാണ്, അലാ ഇന്ന ദുനിയ മൽഊന, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഇന്ന ദുനിയ മൽഊന, ഈ ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റല്ലാഹ് വമാ വാലാ, എന്തൊഴികെ അള്ളാഹുവിന്റെ ദിക്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ. വആലിമൻ ഔ മുതഅല്ലിമൻ, ഒരു പണ്ഡിതനും ആ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിയും. അപ്പൊ ഈ ആളുകൾ ഒഴിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബാക്കി എല്ലാം ശപിക്കപ്പെട്ടതാണ്. അപ്പൊ ഇതിനർത്ഥം ഒരാൾ ജോലി ചെയ്യരുതെന്നോ അധ്വാനിക്കരുതെന്നോ ഒന്നുമല്ല. പകരം അതിന്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് അവൻ അവന്റെ നീയത്ത് എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. അവൻ എന്തിനാണ് ദുനിയാവിൽ തിരക്കിലാവുന്നത്? അവന്റെ കുടുംബത്തിനെ നോക്കാനാണ്, അവൻ അത്യാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് എന്നിങ്ങനെയുള്ള നീയത്ത് വെക്കുന്നതിലൂടെ അതും അവനൊരു ഇബാദത്തായി മാറുകയാണ്. അതല്ലാതെ അവന്റെ നീയത്ത് എന്താവാൻ പാടില്ല? ദുനിയാവിൽ ഒരു ഉയർന്ന സ്ഥാനം നേടിയെടുക്കാനോ, ദുനിയാവിൽ വലിയ ആളാവാനോ, ആളുകളുടെ ഇടയിൽ പെരുമ നടിക്കാനോ അഹങ്കാരം നടിക്കാനോ എന്നൊന്നും ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അലാ ഇന്ന ദുനിയ മൽഊന, ഈ ദുനിയാവ് ശപിക്കപ്പെട്ടതാണ് എന്നുള്ളതിൽ ഒരുപക്ഷെ അവൻ പെട്ടുപോയേക്കാം. നസ്അലുല്ലാഹി സലാമൽ ആഫിയ. ഈ മജ്ലിസിൽ ഇങ്ങനത്തെ മജ്ലിസുകൾ നമ്മൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ നമ്മൾ അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനൊരുപക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊരുപക്ഷെ ദുനിയാവികപരമായിട്ടുള്ള ബാധ്യതകൾ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കാരണമോ നമ്മൾ അതിൽ നിന്ന് തിരക്കിലായി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ പറഞ്ഞുവിടാൻ നോക്കുക. അതൊരുപക്ഷെ നമ്മളെ കുട്ടികളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം. അവരെയെങ്കിലും നമ്മൾ ഇതിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുക.
കാരണം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ്, ഒരു ഉത്തരവാദിത്തമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലുക്കും റാഇ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്, എല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി, എല്ലാ ആളുകളും അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കപ്പെടുന്നതുമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിശദീകരിക്കും, അൽ മർഅതു മസ്ഊലത്തുൻ അൻ ബൈതി സൗജിഹ, ഭാര്യ അവളുടെ ഭർത്താവിന്റെ വീടിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ചോദിക്കപ്പെടുന്നതാണ്. ഒരു മനുഷ്യൻ, പുരുഷൻ അവന്റെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ചോദിക്കപ്പെടുന്നതാണ്. അപ്പോ നമ്മുടെ കുട്ടികളെ കുറിച്ച് നാളെ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ചോദിക്കപ്പെടും. ആ ചോദിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ ഇൽമ അവർക്ക് നമ്മൾ നൽകിയിട്ടുണ്ടോ? അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ആവശ്യമായിട്ടുള്ള ഇൽമിന്റെ പ്രാധാന്യം, ദീനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരുപക്ഷെ നമുക്കതിന് സാധിച്ചില്ല എന്ന് വരാം. അങ്ങനെയെങ്കിൽ അതിന് സാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ അവരെ പറഞ്ഞയച്ചിട്ടുണ്ടോ? കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കള് അവര് നാളെ അത് പഠിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ച് അവനത് ഖുർആൻ ഹിഫ്ളാക്കി ജനങ്ങളെ ദഅവത്ത് ചെയ്ത്, ആ ദഅവത്ത് കാരണം ഒരാൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരാൾ ഇസ്തിഖാമ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സകല പ്രവർത്തികളുടെ പ്രതിഫലവും മടങ്ങുന്നത് ആരിലേക്കാണ്? ഈ ഉപ്പയിലോട്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, കല്യാണം കഴിക്കുക എന്നുള്ളതും കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതും നല്ല നിയത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമ ഇബാദത്തുകൾ പെട്ടെന്നാണ്. കാരണം എന്താണ്? ആ മക്കളെ അവൻ നല്ല രീതിയിൽ പോറ്റി വലുതാക്കി ആൾക്ക് കൊടുക്കേണ്ട തർബിയത്തുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു, എന്നിട്ടും അവൻ വഴിതെറ്റിപ്പോയി. ഇദ്ദേഹത്തിന് ഒരു കുറ്റമില്ല. എന്തുകൊണ്ടാ? കാരണം അയാളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു, അതിൽ അയാൾക്ക് കുറ്റമില്ല. രണ്ടാമത്തെ ആള് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് ഈ കുട്ടി നാളത്തേക്കുള്ള ഈ പറഞ്ഞ രീതിയിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരാളായി മാറി. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരുവനായി മാറി. ഈ ചെയ്യുന്ന പ്രവർത്തികളുടെ പ്രതിഫലം മൊത്തം പോകുന്നത് ആർക്കാണ്? ഈ ഉപ്പാക്കാണ്. അതായത് ലാഭക്കച്ചവടമാണ്, നഷ്ടമില്ല. ലാഭക്കച്ചവടം മാത്രമാണ്, നഷ്ടമില്ല. നഷ്ടം വരെ എപ്പം മാത്രമാണ്? ഈ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ അലസത കാണിച്ചാലാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നാളെ നമ്മൾ ചോദിക്കപ്പെടും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ കൊണ്ടുവരും. അടിമയെ കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദറജകൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കും. ഈ ദറജകൾ ഉയർത്തുന്നത് കാണുമ്പോൾ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന അലിയാദ, ഈ ദറജകളൊക്കെ എനിക്ക് എങ്ങനെ കിട്ടാനാ? ഇതൊക്കെ എവിടുന്നാ എനിക്കെന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മറുപടി പറയാൻ എന്താ? ബിദുആഇ വലദിക സാലിഹ്, നിന്റെ സാലിഹായ മകന്റെ ദുആ കാരണമാണ്. ഇവിടെ ബിദുആഇ വലദിക് എന്ന് മാത്രം പറഞ്ഞില്ല, നിന്റെ മോന്റെ ദുആ കാരണമാണെന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബിദുആഇ വലദിക സാലിഹ്, നിന്റെ സാലിഹായ മകന്റെ ദുആന്റെ കാരണത്താലാണ് ഇത്രയും ഉയർന്ന ദറജകൾ നിനക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സാലിഹായ ഒരു മകൻ ദുആ ചെയ്യുന്നതും സാലിഹ് അല്ലാത്തൊരു മകൻ ദുആ ചെയ്യുന്നതും ഒരിക്കലും ഒരുപോലെയല്ല. കാരണം ഒരടിമ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് അവന് ഇബാദത്തുകൾ ചെയ്ത് അവനോട് അടുപ്പം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടും. ഒരുപാട് ഹദീസുകളിൽ ആയത്തുകളിലും വന്നതുപോലെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ബുഖാരിയിലെ ഹദീസിലുള്ളതുപോലെ, വലഇൻ സഅലനി, അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലഉഅതിയന്നഹ്, ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. ഇത് ആരുടെ അവസ്ഥയാണ്? ഒരടിമ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാൽ ലഉഅതിയന്നഹ്, ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു മകൻ സാലിഹായി മാറി ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ മകൻ സാലിഹായി മാറാന്നുള്ളതാണ്. അതിന് നമ്മൾ എടുത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ ഇൽമിന്റെ ഹലക്കകൾ
അതിലേക്ക് നമ്മൾ അവരെ പറഞ്ഞയക്കാൻ ശ്രമിക്കുക. കാരണം അതാണ് അവർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ, ഒരു ഖുർആൻ ഹിഫ്ളാക്കിയ മകനുള്ള ഉപ്പ ഉമ്മ അവർ നാളെ ആഖിറത്തിൽ വരുമ്പം അവരുടെ തലയിൽ പ്രകാശത്തിന്റെ കിരീടം ഉണ്ടാവുന്നതാണ്. കാരണം നമുക്കറിയാം, ആ ഒരു മൗഖിഫ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ നൃത്തം, അത് നിസ്സാരമല്ല. ആളുകൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടി പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭമാണ്, ബേജാറിലാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ അവർ കാണുന്നത്. ഇവരുടെ അവസ്ഥ എന്താണ്? ഇവർ തലയിൽ വെച്ചിട്ടുള്ള പ്രകാശത്തിന്റെ കിരീടമാണ്. കാരണം ചില പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, ഈ കിരീടത്തിന് ഇവർ വെക്കുന്ന ഡയമണ്ട് ആവട്ടെ ഗോൾഡ് ആവട്ടെ, ഇതിൻ്റെയൊക്കെ ഭംഗി വരുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിളങ്ങുമ്പോഴാണ്. അതിലേക്ക് വെളിച്ചം വന്നിട്ട് അത് തിളങ്ങുന്ന സമയത്താണ് അത് ഭംഗിയാവുക. ഇവിടെ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പ്രകാശം തന്നെയാണത്, അത് തന്നെ പ്രകാശമാണ്. അപ്പൊ അതിന്റെ ഭംഗി എന്തായിരിക്കും? അപ്പൊ ഇത്രയധികം ആളുകൾക്കിടയിൽ ആ ഉയർന്ന സ്ഥാനത്തായിരിക്കും ആ ഉപ്പയുമ്മയും വരിക. പക്ഷെ അതിനെന്ത് ചെയ്യണം? മകൻ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ടാവണം. അപ്പൊ അതിന് നമ്മൾ അങ്ങേയറ്റം പ്രയത്നിക്കുക. ഇനി നമ്മളൊന്ന് ചിന്തിക്കുക, ഈ മകൻ ഖുർആൻ ഹിഫ്ളാക്കി എന്ന് വിചാരിക്കുക. ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഈ ഖുർആൻ എന്ന് പറയുന്നത് കെട്ടിയിട്ട ഒട്ടകം കെട്ടയച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തആഹദു ബിൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു മകൻ യഥാർത്ഥ ഹാഫിള് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ദിവസേന 1, 2, 3 ജുസ് അവൻ പാരായണം ചെയ്യും. ഇത് അവന്റെ മരണം വരെ അവന്റെ നിത്യ ജോലിയായിരിക്കും. അപ്പൊ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക, ഒരു 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലം കൂട്ടി നോക്കിയാൽ 40 വർഷം ഓരോ ദിവസം അവൻ 2-3 ജുസ് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഓരോ ഹർഫിനും 10 പ്രതിഫലം വെച്ച് കൂട്ടുകയാണെങ്കിൽ ആ ഉപ്പാന്റെ ഹിസാബിലോട്ട് എത്ര പ്രതിഫലമായിരിക്കും പോകുന്നത്? എത്ര ദർജകളായിരിക്കും ഈ മകൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നാളെ ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകരുത്. കാരണം ഒരുപക്ഷെ വേറെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇതല്ലാത്ത വേറെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ ഒരു പക്ഷേ എന്തെങ്കിലും നേടിയെടുത്തേക്കാം. പക്ഷേ ആഖിറത്തിൽ ഈ ഒരു ദറജ അവന് കിട്ടിക്കൊള്ളുന്നില്ല. ആഖിറത്തിനെ സംബന്ധിച്ച് ദുനിയാവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ. ദുനിയാവിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ, ആഖിറത്തിനെ സംബന്ധിച്ചെടുത്ത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ വെറും ഒരു വിഭവം മാത്രമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്ന പോലെ, കഅന്നക ആബിർ സബീൽ, നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഒരു വഴിയാത്രക്കാരൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. കാരക്കമരത്തിന്റെ ഇലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ ആ ഓലയുടെ അടയാളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നല്ല മെത്തുണ്ടാക്കി തരുമായിരുന്നല്ലോ, അള്ളാഹുവിന്റെ റസൂലല്ലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഞാൻ ഒരു യാത്രക്കാരൻ ഒരു മരത്തണലിൽ വിശ്രമിച്ചവനെ പോലെയല്ലാതെ പിന്നെ എന്താണ്? ഈ ദുനിയാവിൽ ഞാനൊരു യാത്രക്കാരൻ മരത്തണലിൽ വിശ്രമിച്ചവനെ പോലെയല്ലാതെ പിന്നെ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത്ര നിസ്സാരമാണ് നമ്മുടെ ഈ ദുനിയാവെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഖിറത്ത് തുടങ്ങണം. ആ മലക്ക് നമ്മളെടുത്ത് എത്തി റൂഹ് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ, ആ റൂഹ് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ മരണം എത്തുന്നതോടുകൂടി നമ്മുടെ ആഖിറത്ത് തുടങ്ങണം. ആ ഖബറിലോട്ട് എടുത്തു വെക്കുന്നതോടുകൂടി നമ്മൾ പിന്നെ ഈ ദുനിയാവിന്റെ ലോകത്തല്ല, നമ്മൾ വേറെ ലോകത്താണ്. ആ ലോകം ഖബറിൽ എത്ര കാലം നമ്മൾ കിടക്കണം എന്നറിയില്ല. നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചതിന്റെ 100, 1000, 1,00,000 ഇരട്ടിയായിരിക്കും ഒരുപക്ഷെ ഖബറിൽ കിടക്കേണ്ടി വരാം. ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. ഈ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹ്ശറിലുള്ള നൃത്തമുണ്ട്, വളരെ നീണ്ട കാലം. ആ മഹ്ശറിലുള്ള നൃത്തം കഴിഞ്ഞ് ഹിസാബുണ്ട്. ഹിസാബ് കഴിഞ്ഞ് നരകവും സ്വർഗവും ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ശാശ്വതമാണ്, അവിടെ മരണമില്ല. അപ്പൊ ഇത്രയും വലിയ ജീവിതത്തിൽ നമുക്ക് ലാഭം കൊയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ആര്? നമ്മുടെ മക്കളെന്നുള്ളത്. ആ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരിക്കുക,
അവരെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നതുപോലെ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് സ്വീകരിച്ചുകൊണ്ട് ഒരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇൽമ് തേടിക്കൊണ്ടൊരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കൊടുക്കും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് അവനെ നമ്മൾ വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അവൻ സഞ്ചരിക്കട്ടെ, അവൻ പഠിക്കട്ടെ, അവൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ, ഒരു പണ്ഡിതനാവട്ടെ. എല്ലാത്തിന്റെ പ്രതിഫലം ആർക്കാണ്? ഈ ഉപ്പാക്കും ഉമ്മാക്കുമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാവുന്നതാണ് മുമ്പ് ഇസ്ലാമിക ഭരണകൂടമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഇസ്ലാമിക രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉലമാക്കളുടെ എണ്ണം ഒരുപക്ഷെ എണ്ണി തിട്ടപ്പെടുത്താവുന്നതിലപ്പുറമായിരുന്നു. ഇമാം ബുഖാരി എന്ന് പറയുന്ന ഒരൊറ്റൊരു ഇമാമിന് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കാൻ പറ്റും, 1000-നപ്പുറത്ത് ഷെയ്ഖുമാരുണ്ടാവും. 1000-നപ്പുറത്ത് ഷെയ്ഖുമാരുണ്ടാവും. താരീഖ് ബഗ്ദാദ് എന്ന് പറയുന്ന കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഗ്ദാദ് എന്ന് പറയുന്ന നാട്ടിൽ ജീവിച്ച, അല്ലെങ്കിൽ നാട്ടിൽ എപ്പോഴെങ്കിലും കടന്നുപോയിട്ടുള്ള, അവിടെ പഠിച്ചിട്ടുള്ള, അവിടെ പഠിപ്പിച്ചിട്ടുള്ള, അഥവാ ബഗ്ദാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ച് മാത്രമുള്ള കിതാബാണ് എന്ത്? താരീഖ് ബഗ്ദാദ് എന്ന് പറയുന്നത്. അത് എത്രയോ വോളിയമാണ്, 60 ചില്ലാനോ 70 ചില്ലാനോ വോളിയമാണ് താരീഖ് ബഗ്ദാദ് എന്നുള്ളത്. അത് ആ കിതാബ് അന്ന് അദ്ദേഹം എഴുതുന്ന കാലത്ത് മാത്രം. ബഗ്ദാദ് എന്ന് പറയുന്ന ഒരൊറ്റ നാട്ടിലെ പണ്ഡിതന്മാരുടെ കുറിച്ചിട്ടുള്ള ഇതാണത്. അപ്പൊ എത്ര പണ്ഡിതന്മാർ ബഗ്ദാദിൽ മാത്രം ഉണ്ടായി? അപ്പൊ ബാക്കിയുള്ള ലോകത്ത് മുഴുവൻ എത്ര പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ടാവും? ഇമാം ബുഖാരിക്ക് മാത്രം 1000-ലധികം ഷെയ്ഖുമാരുണ്ടായിരുന്നെങ്കിൽ അന്ന് ലോകത്ത് എത്രയധികം ഷെയ്ഖുമാരുണ്ടായിട്ടുണ്ടാവും? അപ്പൊ ഇത്രയധികം ഷെയ്ഖുമാരുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രയധികം തുല്ലാബുൽ ഇൽമുകൾ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇന്നത്തെ കാല അവസ്ഥ നമ്മൾ നോക്കിയാൽ മതി. ഇന്നിപ്പോ എത്ര പണ്ഡിതന്മാരുണ്ടാവും? അപ്പോൾ എത്ര തുല്ലാബുകളുണ്ട്? ഒരുപാടാണ്. പക്ഷെ പണ്ഡിതന്മാരെണ്ണം വളരെ കുറച്ചാണ്. എന്നാൽ അന്നത്തെ കാലത്ത് പണ്ഡിതന്മാരുടെ എണ്ണം ഒരുപാടാണ്. അപ്പോൾ തുല്ലാബുകളുടെ എണ്ണം എത്ര ആയിരിക്കും? ഇമാം അഹമ്മദിന്റെ ഹൽക്കകളെ കുറിച്ച് പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകളാണ് ഇമാം അഹമ്മദിന്റെ ഹലക്കയിൽ മാത്രം ഉണ്ടാവുക. 10,000-കണക്കിന് ആൾക്കാർ ഒരൊറ്റ ദർസിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. എന്നാൽ ഇന്നിപ്പോ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായി മാറി? ഇന്നിപ്പോ മുസ്ലിമീങ്ങൾ അവരുടെ കുട്ടികളെ ദീനിന്റെ വിദ്യാഭ്യാസം പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണ്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അന്ന് മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിമീങ്ങൾ ജീവിച്ചത് ഇസ്സത്തോടു കൂടിയായിരുന്നു. കാഫറുകളുടെ മുന്നിൽ മുസ്ലിമീങ്ങൾക്ക് നിന്ദ്യത വന്നിട്ടില്ല. കാരണം അവർ ദീന് പഠിക്കുന്നവരാണ്. സുലൈമാൻ അൽ അയ്യൂബി റഹിമഹുല്ല, സലാഹുദ്ദീൻ അൽ അയ്യൂബി റഹിമഹുല്ല, അദ്ദേഹം തർത്താറിനെതിരെ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ, തർത്താർ നമുക്കറിയാം, അവരെക്കുറിച്ച് അവര് പറയാറുണ്ടായിരുന്ന വാക്കുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, നമ്മൾക്ക് രക്തം കൊണ്ട് നമ്മുടെ ദാഹം മാറുകയുമില്ല. അതായത് എത്ര രക്തം കുടിച്ചാലും നമ്മളെ ദാഹം മാറൂല, നമ്മളെ തോൽപ്പിക്കാനും കഴിയില്ല. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ഇത് പറഞ്ഞിട്ട് അവർ മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയാണ്, മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് മുസ്ലിമുകൾ അവർ കൊല്ലുകയാണ്. ഈ ഒരു സൈന്യത്തെ നേരിടാൻ പല മുസ്ലിം രാജ്യത്തിനും പേടിയായി. കാരണം നേരിട്ട് കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ് എന്നുള്ള അവസ്ഥയിലായി. അപ്പോ ഈ സലാഹുദ്ദീൻ അൽ അയ്യൂബി ഈ ഒരു സൈന്യത്തെ കീഴടക്കാൻ ഉപയോഗിച്ച തന്ത്രം എന്തായിരുന്നു? അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തെമ്പാടുമുള്ള ദരിദ്രരായ അടിമകളുണ്ടാവും. അന്ന് അടിമ സമ്പ്രദായമുണ്ട്. ഈ അടിമകളെ അദ്ദേഹം വില കൊടുത്ത് മേടിച്ച് ഒരു സ്ഥലത്ത് ഒരുമിപ്പിച്ചു കൂട്ടി അവരെ തുല്ലാബുൽ ഇൽമുകളാക്കി, അവരെ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളാക്കി മാറ്റി. ഈ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഉള്ള സ്നേഹവും ഭയവും അത് വേറെ ആർക്കും ഉണ്ടാവില്ല. ഗാലിബൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ മുറപ്രകാരം പേടിക്കുന്നത് ആര് മാത്രമാണ്? ഉലമാക്കൾ മാത്രമാണ്. നമുക്കറിയാം, ഇന്നമ എന്ന് പറഞ്ഞ പ്രയോഗം മാത്രം എന്നുള്ള അർത്ഥം തരുന്നതാണ്.
പണ്ഡിതന്മാർ മാത്രമാണ് അള്ളാഹുവിനെ മുറപ്രകാരം ഭയപ്പെടുന്നവർ. അപ്പൊ ഈ തുല്ലാബിൽ ഇൽമുകളാക്കി മാറ്റിയിട്ട് അവരെ സലാഹുദ്ദീൻ അൽ അയ്യൂബി എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? ഈ തർത്താറുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. തത്താറുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം ഈ ശത്രുക്കൾക്കെതിരെയുള്ള നമ്മുടെ ആയുധം, നമ്മൾ മുമ്പും പറഞ്ഞതുപോലെ, അതൊരിക്കലും ഈ ബുള്ളറ്റുകളും പീരങ്കികളും മാത്രമല്ല. ഈമാനികപരമായ ശക്തി കൊണ്ടാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാനുള്ള കാരണം, അത് ഏറ്റവും വലിയ കാരണം അത് ഈമാനാണ്. അത് സലാഹുദ്ദീൻ അൽ അയ്യൂബി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തതും ആ പരാജയപ്പെടില്ല എന്ന് പറയുന്ന തത്താറുകൾ അന്ന് പരാജയപ്പെട്ടു. ഈ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി പിൻപറ്റി ജീവിക്കുന്ന ഈ സൈന്യത്തെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ എത്ര ചെറിയ സൈന്യമാണ് വലിയ സൈന്യങ്ങളെ കീഴടക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥ, മുസ്ലിമീങ്ങൾ പലരിടത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. എന്താ രക്ഷ? തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങൾ പ്രതാപികളായി മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മുസ്ലിമീങ്ങൾ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇന്നീ കാണുന്ന മുസ്ലിം സമുദായം, ദീനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ മുസ്ലിം സമുദായം, അവരെ ദീനിലേക്ക് തിരിച്ചു വിളിക്കാൻ ആരാ ഉള്ളത്? നമ്മൾ ചിന്തിക്കണം. നമുക്ക് വയസ്സായി, പലർക്കും പ്രായമായി. നമ്മളിനി എപ്പോഴാ പഠിച്ച് ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് കിതാബിലോട്ട് സുന്നത്തിലോട്ടും വരിക? നിങ്ങൾ ഈ സംഘടനകളായി പിരിയല്ലേ? ആളുകൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കല്ലേ? മുസ്ലിമുകൾ ആളുകൾക്ക് ഇസ്ലാമിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു ജലസയിൽ തന്നെ നമുക്കറിയാം ഇസ്ലാം സ്വീകരിച്ച സഹോദരന്മാരുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ ദഅവത്ത് അവരിലോട്ട് എത്തുന്നത് കൊണ്ടാണ്, ഈ ദഅവത്ത് ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ തന്നെ പരസ്പരം തല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ആളുകളെ ഇസ്ലാമിലോട്ട് ക്ഷണിക്കുക, ആളുകളെ ഇസ്തിഖാമയിലോട്ട് ശ്രമിക്കുക. ഈ ക്ഷണിക്കണമെങ്കിൽ ആദ്യം നമുക്കെന്ത് വേണം? ഇൽമ് വേണം. ആ വലിയ ദൗത്യം ഏറ്റെടുക്കാനുള്ള വലിയ മഹാന്മാരായി തീരാൻ വേണ്ടി നമ്മളെ കുട്ടികളെ നമ്മൾ ഒരുക്കുക. അത് ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മൾ ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഇബാദത്തുകളിൽ ഒന്നായിരിക്കും. വേറൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, മൻ ഖറജ ഫീ തലബിൽ ഇൽം, ആരാണോ ഇൽമ് തേടിക്കൊണ്ട് പുറപ്പെട്ടത്, ഫഹുവ ഫീ സബീലില്ലാഹ് ഹത്താ യർജ, അവൻ തിരിച്ചു വരുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവൻ തിരിച്ചു വരുന്നത് വരേക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മുടെ കുട്ടികളാവട്ടെ, നമ്മുടെ അനിയന്മാരാവട്ടെ, അവർക്കതിന് വേണ്ടിയ സഹായങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരുക്കി കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പേടിക്കണ്ട. അവൻ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനാണ് പോകുന്നത്, അള്ളാഹുവിനെ കഴിയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന്റെ തലേന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാവരും ഉറങ്ങി. കാരണം പിറ്റേന്ന് ബദർ യുദ്ധമാണ്, എല്ലാവരും ഉറങ്ങുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഉറങ്ങിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിസ്കരിച്ച ശേഷം ദുആ ചെയ്യാണ്. ദുആ ചെയ്ത് കൈ ഉയർത്തി ദുആ ചെയ്ത് തോളത്തുണ്ടായിരുന്ന തുണി താഴെ വീണു. അപ്പൊ ഇത് കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പോയിട്ട് പറഞ്ഞത് എന്താണ്? ലൈ യുദയ്യഅക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരിക്കലും വെറുതെ ആക്കൂല, ഒരിക്കലും നിങ്ങളെ വെറുതെ ആക്കൂല. എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ആക്കുക? കരീം അക്രമുൽ അക്രമീൻ അർഹമുർ റഹീമീൻ റബ്ബുൽ ആലമീൻ. ആകാശഭൂമികൾ സകല അള്ളാന്റേതാണ്, എല്ലാ മുൽക്കും എല്ലാ ഖസായിനും അള്ളാന്റേതാണ്. എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലോട്ട് മുന്നിട്ട് ഒരുത്തനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ കഴിയുക? ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്നതുപോലെ അവരൊരിക്കൽ ഒരു യുദ്ധത്തിൽ പിടിച്ചെടുത്ത സൈന്യത്തിന്റെ അടുക്കിലൂടെ നടന്നു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, ഉമർ ഉണ്ട്, വേറെയും സഹാബാക്കളുണ്ട്. അപ്പൊ അവരൊരു സ്ത്രീയെ കാണുകയാണ്. ഈ പിടിച്ചെടുത്ത കൂട്ടത്തിലുള്ള സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന അതിലൂടെ അങ്ങനെ ഓടി ബേജാറായിട്ട് വേഗത്തിൽ ഇങ്ങനെ നടന്നു പോവാണ്, എന്തോന്ന് തേടി പോവാണ്. ആ തേടുന്നതിനിടയിൽ അവരെ കുട്ടിയെ അവർ തിരിച്ചു വിട്ടു. അപ്പൊ സംഭവം എന്താണ്? യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ടപ്പോ ഈ ഉമ്മയും ആ പിഞ്ചു കുഞ്ഞും വേർപിരിയപ്പെട്ടു. അപ്പൊ ആ ഉമ്മ ബേജാറോടുകൂടി ആ കുട്ടിയെ തപ്പുകയാണ്. അങ്ങനെ ആ കുട്ടിയെ കിട്ടിയ ഉടനെ അങ്ങേയറ്റത്തെ സന്തോഷത്തിൽ ആ ഉമ്മ വാരിപ്പൊടഞ്ഞിട്ട് ആ കുട്ടിക്ക് പാല് കൊടുക്കും. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിക്കും, ഉമറെ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ സ്ത്രീ ആ കുട്ടിയെ പെടുത്ത് തീയിലോട്ട് ഇടുന്നു?
അത്രയും വലിയ നിഅമത്ത് ആ സ്ത്രീക്ക് കിട്ടിയിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് ആ കുട്ടി എവിടെ പോയി എന്നറിയില്ല. ആ വേജാറിന് ശേഷം കുട്ടിയെ തിരിച്ചു കിട്ടി. എന്നിട്ട് ആ കുട്ടിക്ക് പാല് കൊടുക്കുകയാണ് ചേർത്ത് പിടിച്ചിട്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയെ പിടിച്ചിട്ട് ആ ഉമ്മി തീയിലിടുന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഉമർ പറഞ്ഞു, വല്ലാഹി ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇല്ല, ഒരിക്കലും ആ കുട്ടീനെ ആ സ്ത്രീ തീയിലിടൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ സ്ത്രീക്ക് ആ കുട്ടിയോട് എത്ര കരുണയുണ്ടോ അതിനേക്കാൾ തന്റെ അടിമകളോട് കരുണയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മള് ഈ അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നമ്മളെ കുട്ടികളെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അള്ളാഹു അവർ നോക്കിക്കോളും. നമ്മളെ കണക്കൂട്ടലുകളോ നമ്മുടെ കാൽക്കുലേഷനിലോ ഒന്നല്ല കാര്യങ്ങൾ പോകുന്നത്. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് നമ്മുടെ സഹോദരൻ അബൂഹൂദ് ഹഫളഹുല്ല അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദാനിയുടെ നിന്ന് കിട്ടിയ ആ ഫായിദയിലുള്ളത് പോലെ, ഹത്താ ഇദാ അഖദത്തിൽ ഇന്നമ മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ ഇന്നമ മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാ മിനസ് സമാ ഫഖ്തലത് أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت. അതായത് ഭൂമിയുടെ ഉദാഹരണം റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന് ഒരു ആകാശത്ത് നിന്ന് മഴ ഇറക്കിയതുപോലെയാണ്. അങ്ങനെ ആ മഴ ഭൂമിയിലെത്തിയിട്ട് അവിടെ സസ്യങ്ങൾ കൂടിച്ചേർന്ന് മുളച്ചു വരികയാണ്. മുളച്ചിങ്ങനെ വന്നു. അങ്ങനെ മുളച്ചു വന്ന ശേഷം ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഖ്റുഫഹ വസയ്യനത്, അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരം സ്വീകരിച്ചു. ഇന്നലെ സഹോദരൻ ഓർമ്മപ്പെടുത്തി. കാരണം അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ആ ഭൂമിയുടെ പളപളപ്പും പച്ചപ്പും ആ തോട്ടങ്ങളും ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ടിരിക്കാൻ തന്നെ ഒരു മനസ്സമാധാനമാണ്. അതായി കഴിയുമ്പോൾ വദന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ, അപ്പൊ അതിന്റെ ആളുകൾ വിചാരിക്കും, ഇതിന്റെ ഓണർമാരെന്ത് വിചാരിക്കും, അവര് പോയിട്ട് അതിന്റെ പഴങ്ങളൊക്കെ പറിച്ച് അതിന്റെ കൊയ്ത് അതിന്റെ ബെനിഫിറ്റ് എടുക്കാന്ന് കരുതി നിൽക്കുമ്പോഴായിരിക്കും അതാഹ അംറുനാ ലൈലൻ ഔ നഹാറ ഫജഅൽനാഹ ഹസീദൻ കഅൻ ലം തഗ്ന ബിൽഅംസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവിടെ വന്നിറങ്ങുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അവിടെ വന്നിറങ്ങുകയാണ്. മുമ്പ് ഒന്നും അല്ലാതിരുന്നത് പോലെ നിസ്സാരമായി ഒന്നും അല്ലാതെ തീരും. ഈ ഒരു ഉദാഹരണം നോക്കിയേ. എന്നിട്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ പറഞ്ഞു കൊടുത്തായിട്ട് അദ്ദേഹം പറയായിരുന്നു ഇന്നലെ, ഇപ്പൊ ഒരാള് പഠിക്കുന്ന 3 കൊല്ലം കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ 2 കൊല്ലം, അതിനുശേഷം 10-12 വർഷം സ്കൂളിൽ പഠിക്കുന്നു, അതിനുശേഷം 4, 5, 6, 7, 8 വർഷം കോളേജിലും മാസ്റ്റർ ഡിഗ്രിയും അതല്ലാത്ത വേറെ ഡിഗ്രിയും എല്ലാം പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, ജോലിയുടെ ഫസ്റ്റ് ദിവസം തന്നെ മരണപ്പെടുന്നു. എന്താ അവൻ ആഖിറത്തിൽ ഉണ്ടാവുക? എന്താ അവൻ ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഈ 20ഉം 25ഉം വർഷം പഠിച്ചിട്ട് അവൻ എന്താ ആഖിറത്തിലേക്കുള്ളത്? അതേ സമയം ഈ 25 വർഷം പോയിട്ട് നേരത്തെ ഷെയ്ഖ് അബൂ റവാഹ ഓർമ്മപ്പെടുത്തിയതുപോലെ വെറും ഒരു 2 വർഷം, വെറും ഒരു 3 വർഷം അവൻ ദീനിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവൻ ആ ഖുർആൻ ഒന്ന് പഠിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവനതൊന്ന് ഹാഫിളാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, റമദാൻ വരും, പള്ളിയിൽ ഇമാമ് നിൽക്കാൻ ആളുകൾ വേണം, ഇമാമ് നിൽക്കാൻ എൻ്റെ മോനുണ്ടാവും, അൽഹംദുലില്ലാ. ദർസെടുക്കാൻ ആള് വേണം, ദർസെടുക്കാൻ എൻ്റെ മോനുണ്ടാവും. അവൻ എത്ര പ്രതിഫലമായിരിക്കും കൂട്ടുക. ലൈലത്തുൽ ഖദർ വരും, ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായിട്ടുള്ള ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന് അവന്റെ ബാക്കിൽ വെറും ഒരു 5 ആള് നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. ഇതിന്റെ ഒക്കെ പ്രതിഫലത്തിന് സബബായത് ആരാണ്? ഈ മകനാണ്. ഈ മകന് പഠിക്കാൻ സബബായത് ആരാണ്? ഈ വാപ്പയാണ്. ഇതൊക്കെ കൊണ്ടുപോകുന്നത് ഇവനാണ്. എന്നിട്ട് ആ 25 വയസ്സിൽ തന്നെ ഇവനും മരിച്ചു എന്ന് വിചാരിക്കുക. ഇവൻ ആഖിറത്തിലോട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്രയാ ഇവൻ കൊണ്ടുപോകാൻ പോകുന്നത്? എത്രയാ? അതിന്റെ ഒക്കെ ഒരു ഓഹരി ആർക്കുമുണ്ട്? ഈ ഉപ്പാക്കുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇൽ. ഒരാള് ഏതൊരു ഖൈറിലോട്ട് ഏതൊരുവൻ നയിച്ചുവോ അത് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം അത് നയിച്ചവനും ഉണ്ടാവും. ലാ യൻഖുസു മിൻ അജ്രിഹി ഷൈഅ. അത് ചെയ്തവന്റെ പ്രവൃത്തിയിൽ നിന്ന്, പ്രതിഫലത്തിൽ നിന്ന് ഒന്നും തന്നെ കുറഞ്ഞ പോലെ. അപ്പൊ ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മാറ്റുക. ആഖിറത്തിലേക്ക് കച്ചവടം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ആഖിറത്താണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. കാരണം നഫ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്.
നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമുക്ക് ഓരോ വസ്വാസുകളും കൊണ്ടുവരും. ഓരോ വസ്വാസുകൾ ഓരോ സമയത്ത് ഓരോ ചിന്തയായിരിക്കും. നമ്മൾ നെഫ്സിനെ പറഞ്ഞു, ഷെയ്ഖ് ഹുസൈമീനൊക്കെ പറഞ്ഞതുപോലെ നെഫ്സിനെ നമ്മൾ ഒരു പൊളിറ്റിക്സ് കളിച്ചിട്ട് അങ്ങനെ നിർത്തിക്കളയാം. അങ്ങനെയാണ് ഇപ്പോ ആഖിറത്താണ് എനിക്ക് ഏറ്റവും വലുത്, ഞാൻ അതാ ചെയ്യുക, ബാക്കി പിന്നെ വരുന്നോടത്ത് വെച്ച് കാണാം. കാരണം അവൻ ആർക്ക് വേണ്ടിയാ പോണത്? അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹ് നോക്കിക്കോളും. നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അള്ളാഹ് എളുപ്പമാക്കും. നസ്അലുല്ലാഹ് തൗഫീഖ വസ്സദാദ്. ഈ കേട്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹസനാത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ തിന്മകൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൈറ് അവനിൽ നിന്ന് തടയാതിരിക്കട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ദുആ ചെയ്യാറുണ്ടായിരുന്ന പോലെ, അല്ലാഹുമ്മ ലാ തംന ഖൈറ മാ ഇൻദക ബിസബബി ശർരി മാ ഇൻദന. നമ്മുടെ അടുത്തുള്ള ഷർറ് കാരണം നിന്റെ അടുത്തുള്ള ഖൈറ് അത് നീ നമുക്ക് തരാതിരിക്കരുത്. സുബ്ഹാനല്ലാഹ്. നസ്അലുല്ലാഹി തൗഫീഖ വസ്സദാദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ നാട്ടിലാകട്ടെ ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖിന് അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലും കാരണന്മാർ പറയാറുള്ളൊരു സംസാരമാണ്. അതായത് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നാളെ മരിക്കും എന്നുള്ള ആൾക്ക് പണിയെടുക്കുക, ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ കുറേ നാൾ ജീവിക്കുന്ന ആൾക്ക് പണിയെടുക്കുക. ഇത് നമ്മുടെ നാട്ടില് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, എല്ലായിടത്തും കേൾക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവെ അതിന് നമ്മുടെ നാട്ടിലുള്ള അർത്ഥം വെക്കൽ എങ്ങനെയാ വെച്ചാൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നാളെ മരിക്കും, അതായത് ആഖിറത്തിലെ പണികൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാന്നുള്ളൂ. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോഴോ ഒരുപാട് കാലം ജീവിക്കാനുണ്ടെന്നുള്ള ആൾക്ക് പണിയെടുക്കുക. അതായത് നമ്മുടെ നാട്ടിൽ അതിന് വെക്കുന്ന ചറ എന്താണ്? ഒരുപാട് കാലം ജീവിക്കുമ്പോൾ കുറേ പൈസ വേണം. അപ്പൊ എന്ത് ചെയ്യുക? ദുനിയാവിന് വേണ്ടി നല്ലോണം കഷ്ടപ്പെടുക. ഈ നിലയ്ക്ക് ആണ് അതിന് തഫ്സീർ എന്ത് ചെയ്യാറ് നമ്മുടെ നാട്ടിലാകട്ടെ എല്ലായിടത്തും പറയാറ്. അതുകൊണ്ട് ഷെയ്ഖ് എന്ത് ചെയ്യാണ് ആ സംസാരത്തിന് ആ മനസ്സിലാക്കലിനെ തിരിച്ചിട്ട് വരികയാണ്. ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ നാളെ മരിക്കുന്നുള്ള ആൾക്ക് കഷ്ടപ്പെടുക. കാരണം മാറ്റിവെക്കാൻ സമയമില്ല, ഇപ്പൊ തന്നെ ചെയ്യണം. എന്നാൽ ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഒരുപാട് കാലം ജീവിക്കാനുണ്ടെന്നുള്ള ആൾക്ക് കഷ്ടപ്പെടുക. കാരണം വലിയ പ്രശ്നമില്ല, നാളെ കിട്ടില്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുമെന്ന് വിചാരിക്കാം, മറ്റന്നാൾ കിട്ടില്ലെങ്കിൽ അതിന്റെ വീട്ടിൽ കിട്ടുമെന്ന് വിചാരിക്കാം, കുറെ ദിവസം ഉണ്ടെന്നുള്ള ആൾക്ക് കാണും. ഈ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശേഷം തീർന്ന് റഹ്മത്തുള്ളാഹി പറയുന്ന സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോ ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله أما بعد.